ഇതെല്ലാം നമ്മൾ ബൈ ഹാൻഡ് ഓരോ മുത്തുകൾ പൊട്ടിക്കുന്നതാണ്, ബൈ ഹാൻഡ് ചെയ്യുന്നതാണ്. ഇത് നല്ല ഹാർഡ് വർക്കിൽ വർക്ക് കൂടുതലാണ്. ഇത് 2 അടിയുടെയാണ്. ഇതിന്റെ താഴെ 1.5 അടിയുടെ 1 അടിയുടെ ഒക്കെ ഉണ്ട്. പക്ഷെ കറന്റ് നമുക്ക് ഇപ്പൊ സാധനം അവൈലബിൾ അല്ല, സ്റ്റോക്ക് അല്ല. കാണിക്കുന്നത് ഇതാണോ? ഇത് ബേസ് മോഡലാണ് ഇത് പറയുന്നത്. നെറ്റിപ്പടത്തിനെ കുറിച്ച് കൂടുതൽ പറയുമ്പോൾ അറിയാം. ഇതിനെ നമ്മ ചൂരപ്പുളി എന്നാ പറയുന്നത്. പക്ഷെ ഈ ബോളുകൾക്ക് ചുറ്റൊന്നും വെച്ചിട്ടില്ല. ഇത് സിൽവർ ഗോൾഡ് കോംബോ, ഇത് ഗോൾഡ് മാത്രമാണ്. അതിന്റെ തന്നെ രണ്ടും സെയിം സൈസ് ആണ്, സെയിം മോഡലാണ്. ഇത് രണ്ടും വരുന്നത് സെയിം റേറ്റ് ആണ്. കളറൊക്കെ മാറിയാലും റേറ്റ് സെയിം കഥകളിയുടെ മോഡൽ ഫേസ് വെച്ചിട്ട് നെറ്റിപ്പട്ടത്തിന്റെ സെയിം മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തതാണ്. ഇത് 3 അടിയാണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. ടോട്ടൽ ലെങ്ത് 3 അടിയാണ് വരുന്നത്. ഇതിന്റെ ഈ ഫേസ് എന്ന് പറയുന്നത് ബൈ ഹാൻഡ് വരച്ചതാ, പ്രിന്റ് അല്ല. ഇത് വരച്ച നമ്മൾ ശരിക്കും ബൈ ഹാൻഡ് ഈ ഫേസ് വരച്ചെടുത്തേക്കുന്നതാണ്. ഇതിലും ചെറിയ നെറ്റിപ്പട്ടങ്ങളുണ്ട്, പക്ഷെ അത് നമ്മള് കാർ ഹാങ്ങിങ്ങിലേക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോ ത്രെഡ് യൂസ് ചെയ്തിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ പറയുന്ന കളറിലാണ് നമ്മൾ ത്രെഡ് എന്ത് ചെയ്യാ കെട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ ഇതിൽ അവർ പറയുന്ന ചേഞ്ചസ് നമ്മൾ ചെയ്യും. ഇപ്പൊ ഇത് നോർമൽ ഫോട്ടോ ഇല്ലാത്തത്, പക്ഷെ ഇത് നമ്മൾ ഫോട്ടോ വെക്കുന്ന മോഡലാണ്. ഇത് നമ്മൾ ശരിക്കും ഇവിടെ കൃഷ്ണന്റെ വിഗ്രഹം വെക്കും. കണി കാണാനായിട്ട് നമ്മൾ വെക്കുന്ന കൃഷ്ണ വിഗ്രഹം ഇവിടെ വെച്ചിട്ട് അതിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ കണി ഒരുക്കുക. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. കഴിഞ്ഞ വിഷു സീസണിലാണ് നമ്മൾ ഇത് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത്. ഇതില് നോക്കിയാൽ ഞാൻ 3 തട്ട് കൊടയാണ്, 2 ആലവട്ടുണ്ട്, ബാക്കി ഇതൊക്കെ മയിൽപ്പീലിയാണ്. ഇവിടെയാണ് കൃഷ്ണ വിഗ്രഹം വെക്കുക. നേരത്തെ കണ്ട കോലങ്ങൾ പോലെ തന്നെ ഇവിടെ ഒരു തട്ടുണ്ട്. പിന്നെ മിനിയേച്ചേഴ്സ് ആണ്. മിനിയേച്ചേഴ്സിൽ വരുമ്പോ ഇത് നമ്മളൊക്കെ ലോ ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്നുണ്ടോ. ചെണ്ട ഇത് എന്താ പറയാ, നമുക്ക് കിട്ടുന്ന ലോക്കൽ മെറ്റീരിയൽസ് വെച്ച് ചെയ്തിരിക്കുന്നതാ. നമ്മൾ ചെയ്യുമ്പോൾ ഇത് ചെയ്യും ജസ്റ്റ് ഒരു മോഡലിന് വേണ്ടി മാത്രം നമ്മൾ വെച്ചിരിക്കുന്നതാണ്. ഇത് എന്ന് പറഞ്ഞാൽ പെൻസിൽ കാർവിംഗ് ആണ്. അത് പെൻസിലിന്റെ ലെഡില് നമ്മള് കാർവ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇത് നമുക്ക് എത്ര ദിവസം കൊണ്ട് നമുക്കിത് ഡെലിവറി ചെയ്യാൻ പറ്റും, അത് അയക്കാൻ പറ്റും? നമുക്ക് കസ്റ്റമർ പറയുന്ന നെറ്റിപ്പട്ടത്തിന്റെ സൈസ് അനുസരിച്ചിട്ടാണ് വർക്കിന്റെ ഡേറ്റ്. ഈ ഒരു സൈസ് ആണെങ്കിൽ നമുക്ക് എത്ര? ഈ ഒരു 2.5 അടിയുടെ ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് മൊത്തം ചെയ്ത് തീർക്കാനായിട്ട് നമുക്ക് 2 ദിവസം മാക്സിമം. കാരണം വെച്ചാൽ ഇതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ ബൈ പീസ് ഓരോന്നെടുത്ത് ഒട്ടിക്കുന്നതാണ്. ഇത്രയും സൈസ് ചെയ്യാന്ന് പറയുമ്പോ നമുക്ക് ഏകദേശം ഊഹിക്കാം. ഇത് എന്ന് പറഞ്ഞാൽ നമ്മ കാർ ഡാഷ് ബോർഡിലേക്കാണ് ഇതിന്റെ മെയിൻ ഉദ്ദേശം. ഇതും നേരത്തെ പറഞ്ഞ പോലെ കളറുകൾ മാറ്റാം. ഈ ഉള്ളിലുള്ള ഫോട്ടോ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ചിലര് ഇപ്പൊ നമുക്ക് അരിവാൾ ചുറ്റിക, താമര അതൊക്കെ പറഞ്ഞവരുണ്ട്. നമ്മൾ അതും എന്ത് ചെയ്തു, ഫോട്ടോ അല്ല 3D ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളുടെ ഇഷ്ടമാണ് ഇവിടെ നമ്മൾ നോക്കുന്നതനുസരിച്ചായിരിക്കും ചെയ്തു തരാം. ഇത് 2 സൈസാണ് ഉള്ളത്, ചെറുത് വലുത്. ഓൾമോസ്റ്റ് എല്ലാ വർക്കും ചെയ്തിട്ടുള്ളതാണ്. ഫുൾ കംപ്ലീറ്റ് ആയതല്ലേ. 3.5 അടിയാണ് ഇതിന്റെ ബീഡ് ഏരിയ മാത്രം വരുന്നത്. ഈ ഉള്ളളവ് അതായത് ഗോൾഡൻ പോർഷൻ മാത്രം വരുന്നത് 3.5 അടിയാണ്. മുകൾ ഭാഗം തൊട്ട് താഴെ ഈ കുഞ്ചലം വരെ വരുമ്പോൾ 5 അടിയോളം ഇതിന്റെ ഹൈറ്റ് വരുന്നു. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നും നമ്മൾ ഷോപ്പിൻ്റെ വീഡിയോ ആണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് അതൊരു വ്യത്യസ്തമായിട്ട് ഷോപ്പിൻ്റെ വീഡിയോ അല്ല, നമ്മൾ ഗിഫ്റ്റും ബോട്ടിലാട്ടുകളും മാലകെട്ടും നെറ്റിപ്പൊട്ടൊക്കെ ഗിഫ്റ്റായിട്ട് ഇങ്ങനെ കൊടുക്കുന്ന വീട്ടിലിരുന്ന് ചെയ്യുന്ന ഒരു കലാകാരൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അതേ ആ പുള്ളിനെ നമ്മളോട് സംസാരിക്കും. അപ്പോൾ ആൾ എവിടെ ഉണ്ട്? നമസ്കാരം ബ്രോ. നമസ്കാരം. ബ്രോൻ്റെ പേര്? എന്റെ പേര് ശബരീഷ്. ശബരീഷ് എന്നാണ് പേര്. വീട് വരുന്നത് വേളുക്കരയാണ്, ചാലക്കുടി പരിയാരം പഞ്ചായത്തില് വേളുക്കര ദേശത്താണ് വീട് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താ കറക്റ്റ് ഒരു ആൾക്കാർക്ക് ഒരു ഐഡിയ കൊടുക്കുന്നത്, എന്താണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് കൊടുക്കുന്നത് എന്നുള്ളൊരു? നമ്മള് ഇവിടെ ബർത്ത്ഡേ ഗിഫ്റ്റ് മുതൽ ഹൗസ് വാമിങ്ങിന് പറ്റിയ ഗിഫ്റ്റുകൾ, അങ്ങനെ ഏത് രീതിക്ക് വേണ്ട ഗിഫ്റ്റ് ഐറ്റംസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. മെയിൻലി കസ്റ്റമൈസേഷൻ ആണ്. അത് കസ്റ്റമറുടെ ആവശ്യം എന്താണോ, അവരുടെ ബഡ്ജറ്റ് എന്താണോ ആ ബഡ്ജറ്റിൽ ഒതുങ്ങിയതും അവരുടെ ഇഷ്ടാനുസരണമുള്ള സാധനങ്ങളാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യൂണീക്നെസ് ആണ് മെയിൻ. കാരണം നമ്മൾ കൊടുക്കുന്നത് നമ്മളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം സെയിം മോഡല് ചിലപ്പോൾ വേറെ കിട്ടില്ല. ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ മോഡലിൽ 10 ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തു കൊടുക്കുക. അതിപ്പോ ഓരോ ഗിഫ്റ്റ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തന്നെ ഇതിന്റെ ഉള്ളിൽ ഒരുപാട് ഐറ്റംസുകൾ ഇങ്ങനെ ഇരിക്കണ കണ്ടു. അപ്പൊ നമുക്ക് ഓരോന്നായിട്ടൊന്ന് പരിചയപ്പെട്ട് തുടങ്ങിയാലോ? സ്റ്റാർട്ടിങ് എവിടെ നിന്നാണ്? നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഇതിപ്പോ ബോട്ടിൽ ആർട്ടാണ് ആദ്യമായിട്ട് വരുന്നത്. ഇത് നമ്മൾ കൊറോണ സമയത്ത് തുടങ്ങിയതാണ്. ബോട്ടിൽ ആർട്ട് തന്നെ ആദ്യം പെയിന്റിങ്ങുകളാണ് അതിനകത്ത് വരുന്നത്. പക്ഷെ അതിൽ തന്നെ നമ്മള് കുറച്ചുകൂടെ ഹയർ ആയിട്ട് പിടിച്ചതാണ് ഇത് 3D ടൈപ്പ് വരുന്നത്. ഇതിപ്പോ നൃത്തം ചെയ്യുന്ന ഒരു യുവതിയുടെ കാലാണ് വിത്ത് ചിലങ്ക. അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു, കുറച്ചുകൂടെ 3D പിടിച്ചതാണ്. കറക്റ്റ് 3D ഫ്രൈസ് ഉള്ള കഥകളിയാണ്. ഇതെല്ലാം ബോട്ടിലുകളാണ്. ഇത് കറക്റ്റ് ബിയർ ബോട്ടിലാണ്. വിശ്വസിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബാക്ക് കവർ ചെയ്യാതെ വെച്ചിരിക്കണേ. അതിൽ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഇത്
അല്ല അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇതിപ്പോ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇപ്പൊ എന്ത് മെറ്റീരിയലൊക്കെ യൂസ് ചെയ്യട്ടെ, ബോട്ടിൽ അല്ലാണ്ട് പിന്നെ? ഇതിപ്പോ നമ്മൾ യൂസ് ചെയ്യുന്നത് ബോട്ടിലുമാണ്. ഇതിപ്പോ പെയിന്റ് ചെയ്ത് ഇത് നമ്മൾ പ്ലാസ്റ്റിക്കിന്റേതാണ്. സാധാരണ ക്ലേ വെച്ച് ചെയ്യും, അല്ലെങ്കിൽ നമ്മ ഇതിന്റെ ബീഡ്സ് വർക്കുകളൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അതൊക്കെ വെച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ഞാനിപ്പോ ഏകദേശം ഒരു റേഞ്ച് ഒക്കെ എത്ര വരും നമുക്ക് ഒരാൾക്ക്? ഇത് റേഞ്ച് വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഏറ്റവും ലോ ബഡ്ജറ്റിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ തുടങ്ങാം. അതിപ്പോ ഒരു കസ്റ്റമർ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു 300 രൂപ, 300 രൂപയ്ക്ക് ചെയ്യുന്ന വർക്കിന്റെ ക്വാളിറ്റി ആയിരിക്കില്ല 500 രൂപയ്ക്ക് ചെയ്യുന്നത്. ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും. അതിപ്പോ ഇതിലൊന്നല്ല, നമ്മളിവിടെ ചെയ്യുന്ന എല്ലാ വർക്കും അങ്ങനെ തന്നെയാണ്. അതായത് നിങ്ങളുടെ ഇതിനനുസരിച്ചാണ് ഇതിന്റെ റേറ്റ് വരാം. നിങ്ങൾക്ക് എത്രത്തോളം ഭംഗിയാക്കണോ എത്രത്തോളം അതിന്റെ ഇത് വേണമെന്നനുസരിച്ചായിരിക്കും ഇതിന്റെ റേറ്റ് വരുന്നുണ്ടാവട്ടെ. അപ്പൊ ഈ ബോട്ടിലായിട്ട് കണ്ടു. പിന്നെ ഇത് ബീറും കുപ്പി വെച്ച് ഇത് നല്ല അടിപൊളിയായിട്ട് കുപ്പിയാണെന്ന് മനസ്സിലാവാത്ത രീതിക്കാണ് ഇത് ക്ലേ വെച്ചാണ് ഇതിന്റെ ഫേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ലോ കോസ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതൊക്കെ കാർഡ്ബോർഡ് ആണ്. കുറച്ചുകൂടെ നമ്മൾ ഫണ്ട് ഇറക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇതൊക്കെ കുറച്ചുകൂടെ എന്ത് ചെയ്യും, ക്വാളിറ്റി മെറ്റീരിയൽസിൽ വരും. ഇത് ജസ്റ്റ് നമ്മൾ മോഡൽസിന് വേണ്ടി മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇതിന്റെ തന്നെയാണ് അടുത്ത മോഡൽ എന്താണ്, ഇത് സീസറിന്റെ ബ്രാൻഡാണ്. ആ ബോട്ടിൽ വെച്ച് ചെയ്ത വയലിനാണ്. അതായത് ഈ ഒരു ഷേപ്പ് ബോട്ടിലിന്റെ ആണ്. ബാക്ക് ഒന്ന് കാണിക്കോ, ബാക്കിലാകുമ്പോ ഇതൊരു ബോട്ടിലിന്റെ ആ സെയിം ഷേപ്പില് പിന്നെ അതിൽ എക്സ്ട്രാ വെച്ചാണ് നമ്മള്. ഇതൊക്കെ നമ്മള് ജസ്റ്റ് മോഡലിന് വേണ്ടി വെച്ചാണ്. ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഹൈ ക്വാളിറ്റി സാധനങ്ങൾ വെച്ചാണ് എന്ത് ചെയ്യുക നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ലോ ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാം. അതുപോലെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ബോട്ടിൽ ആർട്ടുകൾ ചെയ്യുന്നത്. ബോട്ടിൽ ആർട്ട് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ ഐറ്റംസും അങ്ങനെ തന്നെയാണ്. ബഡ്ജറ്റ് പ്രകാരമാണ് റേറ്റ് വരുന്നത്. ബോട്ടിൽ ആർട്ട് നമ്മൾ കണ്ടു. പിന്നെ ഇത് പെയിന്റിങ്ങുകൾ, ഇത് ഫ്രെയിമില് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് ക്യാൻവാസ് ബോർഡിൽ നമ്മൾ ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ജസ്റ്റ് പെയിന്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ഫ്രെയിമുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ. അതായത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഫ്രെയിം ചെയ്ത് സെറ്റ് ചെയ്ത് എല്ലാം ഇതാക്കിയിട്ടായിരിക്കും തരണ്ടാവുക. അതിന്റെ തന്നെ സെയിം വേറൊരു ഗണപതിയുടെ രൂപ, പിന്നെ ഒരു തെയ്യമുണ്ട്, പക്ഷെ അത് താഴെയാണ്. അത് കുഴപ്പമില്ല. ഇത് കൃഷ്ണൻ നമ്മൾ ജസ്റ്റ് ട്രയൽ അടിച്ചതാണ്. അതായത് ഓരോ മെറ്റീരിയൽസ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മോഡൽ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതല്ലേ. അതായത് ഇപ്പൊ ഇത് ക്യാൻവാസ് ബോർഡാണ്, ബോർഡുമാണ് നമ്മൾ ഇത് ചെയ്യണത്. അപ്പൊ ഇത് നമ്മൾ കാണിച്ചിട്ടാണ് ചെയ്യുക. ഇതിന്റെ പെയിന്റിന്റെ ക്വാളിറ്റി അതിന്റെ വ്യത്യാസങ്ങളൊക്കെ കാണിച്ചിട്ട് ചെയ്യുക. ഇതിപ്പോ നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ വ്യത്യാസങ്ങൾ കാണാം. ഇത് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചതല്ല, മോഡലിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്തിരിക്കുന്നതാണ് ഇത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അത് വരുന്നത് പെയിന്റിങ്ങുകൾ. പിന്നെ എനിക്ക് പറയാനുള്ളത്, അവർക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ട്. ചോദിക്കുന്നവർക്ക് ഓൾ ഇന്ത്യ നമ്മൾ കൊറിയർ സർവീസ് ഉണ്ട്. കൊറിയറിന് എക്സ്ട്രാ ചാർജ് വരും. അപ്പൊ അതൊക്കെ മുൻകൂട്ടി പറയാണ്. നിങ്ങൾക്ക് ഇത് കൊറിയറിന്റെ ഒക്കെ റേറ്റ് സെപ്പറേറ്റ് ആണ്. നമ്മളപ്പോ ഈ നിങ്ങൾ വിളിച്ച് ചോദിക്കുമ്പോൾ ആ കൊറിയർ റേറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പറയാം. അപ്പോൾ അതനുസരിച്ചായിരിക്കും റേറ്റ് വരാം. പിന്നെ നമുക്ക് അടുത്ത പ്രൊഡക്റ്റിലേക്ക് പോയാലോ? പിന്നെ മിനിയേച്ചേഴ്സ് ആണ്. മിനിയേച്ചേഴ്സിൽ വരുമ്പോൾ ഇത് നമ്മളൊക്കെ ലോ ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്നുണ്ടോ. ചെണ്ട, ഇത് എന്താ പറയാ, നമുക്ക് കിട്ടുന്ന ലോക്കൽ മെറ്റീരിയൽസ് വെച്ച് ചെയ്തിരിക്കുന്നതാ. നമ്മൾ ചെയ്യുമ്പോൾ ഇത് ചെയ്യും ജസ്റ്റ് മോഡലിന് വേണ്ടി മാത്രം നമ്മൾ വെച്ചിരിക്കുന്നതാണ്. ചെണ്ടയുണ്ട്. പിന്നെ അതെന്തായിരുന്നു ഇത് എന്ന് പറഞ്ഞാൽ പെൻസിൽ കാർവിംഗ് ആണ്. അത് പെൻസിലിന്റെ ലെഡിന് നമ്മൾ കാർവ് ചെയ്തിരിക്കുന്നതാണ്. ഇതിപ്പോ കുറച്ചുകൂടി സൂം ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ വെള്ളം നിറച്ചിട്ട് വെച്ചിരിക്കുന്നതാണ്. ഈ ബോട്ടിലിനകത്ത് കണ്ടോ, ലവ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതും സെയിം തന്നെയാണ്, പെൻസിൽ കാർവിംഗ് തന്നെയാണ്. പക്ഷെ ഇതിന്റെ പെൻസില് മറ്റേത് കുറച്ചുകൂടി വീതിയുള്ള പെൻസിലായിരുന്നു. ഇത് നമ്മുടെ സാധാ അപ്സരയുടെ പെൻസിലാണ്. ഇതിന്റെ ലെഡ് കുറച്ചുകൂടെ ചെറുതാണ്. ഇതിലിപ്പോ അമ്മൂസ് എന്നാണ് കാർവ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ കൂടുതലും ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വാലന്റൈൻ ഗിഫ്റ്റുകളൊക്കെ ആയിട്ട് പറയുന്നതാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അതായത് സെപ്പറേറ്റ് നിങ്ങൾക്ക് വേണ്ട പേരില് നമുക്ക് കാർവ് ചെയ്ത് കൊടുക്കും. അപ്പൊ അതിന്റെ റേറ്റ് ഒക്കെ നിങ്ങൾ വിളിച്ചു ചോദിച്ചാൽ മതി. ഓരോ ഇതിനനുസരിച്ച് മാറുമായിരിക്കും അതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വേരിയേഷൻ വരും. അപ്പൊ മിനിയേച്ചേഴ്സ് കാര്യങ്ങളും ഉണ്ടാവും. മിനിയേച്ചേഴ്സ് ഒക്കെ നോക്കുന്നവർ, ഇതാ ഗിഫ്റ്റ് ഐറ്റംസ് കൊടുക്കാൻ നോക്കുന്നവർ ആളെ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇനി അടുത്ത പ്രൊഡക്റ്റിലേക്ക് പോയാലോ? അടുത്ത എന്തായിരുന്നു? പിന്നെ നമുക്ക് വരുന്നത് നെറ്റിപ്പട്ടങ്ങളാണ്. ഇത് കേട്ടോ, നെറ്റിപ്പട്ടങ്ങൾ. ഇത് ചെറിയ നെറ്റിപ്പട്ടം. ഇത് നമ്മൾ നോർമലി കൊടുക്കുന്നത്. ഇതിലും ചെറിയ നെറ്റിപ്പട്ടങ്ങളുണ്ട്, പക്ഷെ അത് നമ്മൾ കാർ ഹാങ്ങിങ്ങിലേക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോ ത്രെഡ് യൂസ് ചെയ്തിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ പറയുന്ന കളറിലാണ് നമ്മൾ ത്രെഡ് എന്ത് ചെയ്യുക, കെട്ടിക്കൊടുക്കുക. അല്ലെങ്കിൽ ഇതിൽ അവർ പറയുന്ന ചേഞ്ചസ് നമ്മൾ ചെയ്യും. ഇപ്പൊ ഇത് നോർമൽ ഫോട്ടോ ഇല്ലാത്തത്, പക്ഷെ ഇത് നമ്മൾ ഫോട്ടോ വെക്കുന്ന മോഡലാണ്. ഇതിൽ നമ്മൾ ഈ ഫോട്ടോ ഇതൊക്കെ 2 സൈഡ് ആണ്. നമ്മൾ കാറിലൊക്കെ ഇടുന്ന ടൈപ്പാണ്. ഇതൊക്കെ 2 സൈഡ് വരുന്നതാണ്. ഈ ഫോട്ടോസ് ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ്, പറയുന്ന ഫോട്ടോസ് നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്ത് വെക്കും. പിന്നെ ഇതിനകത്ത് വേണ്ട ചേഞ്ചസ് വെക്കാം. ഇതിന്റെ കളർ നൂലുകൾ, ഈ സൈഡിൽ നമ്മൾ നൂലുകളൊക്കെ വെക്കും. ഇത് കസ്റ്റമർ പറയുന്ന കളർ ഏതാണോ ആ കളറിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ചെയ്ത് കൊടുക്കുക, സെറ്റ് ചെയ്യുന്നത്. അതായത് ഫുള്ള് കസ്റ്റമറിന്റെ ഇഷ്ടമായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുക. അതായത് നിങ്ങൾ എങ്ങനെ പറയുന്നോ ആ ഒരു രീതിക്ക് കളറും കാര്യങ്ങളും ഫോട്ടോസും വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്.
കാറിലേക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇതിന്റെ നെക്സ്റ്റ് സൈസ് വരുന്നതാണ് ഈ കിടക്കുന്നത്. ഈ നെറ്റിപ്പട്ടം ഇതെല്ലാം ഒരേ സൈസുകളാണ്. ഇതിന്റെ കളർ കോമ്പിനേഷൻസ് കണ്ടു കഴിഞ്ഞാൽ അറിയാം. വലിപ്പൊക്കെ സെയിം ആണ്. കളർ കോമ്പിനേഷൻസ് നമ്മൾ മാറ്റിയിട്ട് ഹെഡ് തലക്കെട്ടൊക്കെ സെയിം ആണെങ്കിലും ചരടിന്റെ കളർ കോമ്പിനേഷൻസ് ഡിഫറെന്റ് ആണ്. ഇതൊക്കെ എന്ത് മെറ്റീരിയൽ വെച്ചായിരിക്കും ചെയ്യേണ്ടത്? ഇത് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ഈ മോൾഡ് ഇത് പ്ലാസ്റ്റിക് ആയിരിക്കും. ഇത് വൂളൻ ത്രെഡ് ആണ്. പിന്നെ ഇതിന്റെ ബാക്കിൽ നമ്മൾ ഹാർഡ് ബോർഡ് ആണ്. പിന്നെ ഇതെല്ലാം വെച്ച് നമ്മൾ വെൽവെറ്റ്, ഇത് റെഡ് വെൽവെറ്റ് ക്ലോത്ത്, ഇതൊക്കെ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആണ് വരുന്നത്. ഇതെല്ലാം പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആണ് വരുന്നത്. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളറിൽ നമുക്ക് ചെയ്ത് എടുക്കാനായിട്ട് തലക്കെട്ട് വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ വേറെ രീതിക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഏതാണോ പറഞ്ഞാൽ ആ രീതിക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ തലക്കെട്ട് ചേഞ്ച് ചെയ്യാം. തലക്കെട്ട് ഇതല്ലേ ഈ ഒരു സംഭവം, ഈ ഭാഗമാണ് നമ്മൾ തലക്കെട്ട് എന്ന് പറയുന്നത്. ഈ ചരടുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കളർ അവരവരുടെ ഇഷ്ടപ്രകാരം വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ. ഇതിന്റെ നെക്സ്റ്റ് സൈസ് വരുന്നതാണ് ഈ കിടക്കുന്ന മോഡൽ. കുറച്ചും കൂടെ നേരത്തെ കണ്ടതിന്റെ തൊട്ട് വലുപ്പം വരുന്ന മോഡലാണ്. അതും ഇതുപോലെ തന്നെയാണ്. പ്ലാസ്റ്റിക് ആണ് ഇതെല്ലാം വരുന്നത്, മോൾഡാണ്. ഇതും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നേരത്തെ പറഞ്ഞ സെയിം കസ്റ്റമൈസേഷൻസ് ഒക്കെ ഇതിനകത്തും അവൈലബിൾ ആണ്. ചരടുകള് തലക്കെട്ടൊക്കെ മാറ്റാം. ഇതിന്റെ നെക്സ്റ്റ് വരുന്നത് അവിടെ വരുന്നത് ഇത് നെക്സ്റ്റ് സൈസ് ആണ്. ഈ വരുന്ന സൈസ് കുറച്ചുകൂടെ വലുപ്പമുണ്ട് അതിനേക്കാളും. ഇതും ഇതുപോലെ തന്നെ ചരടുകള് തലക്കെട്ടൊക്കെ നമുക്ക് വലിപ്പം കുറച്ചുകൂടെ വ്യത്യാസം വരും. ഇതിന്റെ നെക്സ്റ്റ് സൈസ് ആണ് ഈ കിടക്കുന്ന റെയിൻബോ കോമ്പിനേഷൻ. ഈ റെയിൻബോന്റെ കോമ്പിനേഷൻ വരുന്ന നെറ്റിപ്പൊട്ടം. ഇത് കുറച്ചുകൂടി നമുക്ക് വീട്ടിലേക്കൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പ് ഒരു സൈസ്. ഇതെല്ലാം പ്ലാസ്റ്റിക് മോൾഡുകളാണ്. ഇതൊക്കെ മോൾഡുകളാണ്. ഇത് ഓൾറെഡി മോൾഡാണ്. ഇതാണ് നമ്മൾ എക്സ്ട്രാ വെക്കുന്നത്. അപ്പൊ ഇതെല്ലാം വെച്ചാൽ ബഡ്ജറ്റഡ് ആണ്. കാരണം വെച്ചാൽ ഇതിൽ നമുക്ക് അധികം ഹാർഡ് വർക്ക് വരുന്നതല്ല. നമുക്ക് ഇതിനകത്ത് ഈ ത്രെഡ് കട്ടലാണ് മെയിൻ ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത്. സോ ഇതെല്ലാം നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കും. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വരും നമുക്ക് നെറ്റിപ്പട്ടങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ അത് ബൈ ഹാൻഡ് നമ്മൾ ഓരോ ബീഡുകളായിട്ട് ചെയ്യണതാണ്. അത് ഈ കിടക്കുന്നതാണ് വരുന്നത്. ഇതിപ്പോ 2 അടിയാണ് ഇതിന്റെ അളവ്. അതായത് ഈ ബീഡ് ഏരിയ എന്ന് പറയും, ഈ ഗോൾഡൻ പോർഷനാണ് നമ്മൾ അളവ് പറയുന്നത്. 2 അടിയാണ് ഇതിന്റെ അളവ്. മൊത്തം അളവ് വരുമ്പോൾ ഏകദേശം 3 അടിക്ക് എടുത്ത് 2.25-3 അടിയോളം ടോട്ടൽ ലെങ്ത് വരും, തലക്കെട്ട് മുതൽ താഴെ വരെ. ഇതെല്ലാം നമ്മൾ ബൈ ഹാൻഡ് ഓരോ മുത്തുകൾ പൊട്ടിക്കുന്നതാണ്, ബൈ ഹാൻഡ് ചെയ്യുന്നതാണ്. ഇത് നല്ല ഹാർഡ് വർക്കിൽ വർക്ക് കൂടുതലാണ്. ഇത് 2 അടിയുടെയാണ്. ഇതിന്റെ താഴെ 1.5 അടിയുടെ 1 അടിയുടെ ഒക്കെ ഉണ്ട്. പക്ഷെ കറന്റ് നമുക്ക് ഇപ്പൊ സാധനം അവൈലബിൾ അല്ല, സ്റ്റോക്ക് അല്ല. കാണിക്കുന്നത് ഇതാണോ? ഇത് ബേസ് മോഡലാണ് ഇത് പറയുന്നത്. നെറ്റിപ്പട്ടത്തിനെ കുറിച്ച് കൂടുതൽ പറയുമ്പോൾ അറിയാം. ഇതിനെ നമ്മൾ ചൂരപ്പുളി എന്നാ പറയുന്നത്. പക്ഷെ ഈ ബോളുകൾക്ക് ചുറ്റൊന്നും വെച്ചിട്ടില്ല. നമ്മ അതൊക്കെ വെച്ച് വരുമ്പോ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാനായിട്ട്. പക്ഷെ അതിനനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും. അതായത് ഇതിന്റെ വർക്ക് കൂടുന്നതിനനുസരിച്ചിട്ടാണ് റേറ്റ് വ്യത്യാസം വരുന്നത്. ഇത് 2 അടി ആണെങ്കിലും ടോട്ടൽ ലെങ്ത് വരുമ്പോൾ ഏകദേശം 2.25 അടിയോളം നമുക്ക് ഈ അടക്കം വരുമ്പോ വരും. ഇതിന്റെ നെക്സ്റ്റ് സൈസ് ആണ് ഈ കിടക്കുന്നത്. ഇതാണല്ലോ മറ്റേ ചുറ്റും വെച്ചിട്ട്. അതെ, അതല്ല, അത് നെക്സ്റ്റ് വരും. ഇത് 2.5 അടിയാണ് വരുന്നത്. ഇത് സിൽവർ ഗോൾഡ് കോംബോ, ഇത് ഗോൾഡ് മാത്രമാണ്. അതിന്റെ തന്നെ രണ്ടും സെയിം സൈസ് ആണ്, സെയിം മോഡലാണ്. ഇത് രണ്ടും വരുന്നത് സെയിം റേറ്റ് ആണ്. കളറൊക്കെ മാറിയാലും റേറ്റ് സെയിം ആയിരിക്കും. വർക്ക് കൂടുതലനുസരിച്ചിട്ടാണ് ഇനി എന്ത് ചെയ്യാ, നല്ല ഭംഗിയുണ്ട് ഈ ഒരു സിൽവർ കോംബോ നമ്മൾ ചെയ്ത്. എപ്പോഴും നമ്മൾ ഗോൾഡ് മാത്രമേ കാണുള്ളൂ, അല്ലെങ്കിൽ സിൽവർ മാത്രം കാണാം. അപ്പൊ ഒരു ചേഞ്ചിന് വേണ്ടി നമ്മൾ സിൽവർ ഗോൾഡ് കോംബോയിൽ വെച്ചതാണ്. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇതിപ്പോ നമ്മളൊരു കസ്റ്റമർ ഇതിപ്പോ ഓർഡർ ചെയ്തു. അപ്പോ ഇത് നമുക്ക് എത്ര ദിവസം കൊണ്ട് നമുക്കിത് ഡെലിവറി ചെയ്യാൻ പറ്റും, അത് അയക്കാൻ പറ്റും? നമുക്ക് കസ്റ്റമർ പറയുന്ന നെറ്റിപ്പട്ടത്തിന്റെ സൈസ് അനുസരിച്ചിട്ടാണ് വർക്കിന്റെ ഡേറ്റ്. ഈ ഒരു സൈസ് ആണെങ്കിൽ നമുക്ക് എത്ര? ഈ ഒരു 2.5 അടിയുടെ ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട്, മൊത്തം ചെയ്ത് തീർക്കാനായിട്ട് നമുക്ക് 2 ദിവസം മാക്സിമം. കാരണം വെച്ചാൽ ഇതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ ബൈ പീസ് ഓരോന്നെടുത്ത് ഒട്ടിക്കുന്നതാണ്. ഇത്രയും സൈസ് ചെയ്യാന്ന് പറയുമ്പോ നമുക്ക് ഏകദേശം ഊഹിക്കാം, മനസ്സിലായി. അപ്പൊ 2 ദിവസം ഒരു ഹാർഡ് വർക്ക് ഉണ്ട് ഇതിന്. അപ്പൊ ഓർഡർ ഈ സൈസ് ചെയ്യാനായിട്ട് 2.5 അടിയുടെ ചെയ്യാനായിട്ട് വരും. കാണുന്നവരൊക്കെ ശ്രദ്ധിക്കാം, നിങ്ങൾക്ക് ഇത് നമുക്കൊരു ആ ഒരു ഹാർഡ് വർക്കിന്റെ ഒരു റേറ്റ് എന്തായാലും ഇതിന് വരും. അപ്പൊ നിങ്ങളത് മനസ്സിൽ കാണാം. അപ്പൊ എന്തായാലും ഇത് ചെയ്യാനായിട്ട് അത്ര ബുദ്ധിമുട്ടെന്നല്ല, ആളൊരു പാഷൻ എൻ്റെ പേരിൽ ചെയ്യുന്നതാണ്, ഇഷ്ടത്തോടെ ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ആളെ കോണ്ടാക്ട് ചെയ്യുക, ശബരീഷിനെ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ ആളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും റേറ്റൊക്കെ നിങ്ങൾക്ക് വേണ്ട രീതിക്ക് അനുസരിച്ച് പറയും. അപ്പോൾ ഇതാ 2 ഒരു സൈസ് വരുന്നത്. പിന്നെ
നമ്മൾ ഉണ്ടാക്കിയതിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് ഇതാണ്. ഓൾമോസ്റ്റ് എല്ലാ വർക്കും ചെയ്തിട്ടുള്ളതാണ്. ഫുൾ കംപ്ലീറ്റ് ആയതല്ലേ. 3.5 അടിയാണ് ഇതിന്റെ ബീഡ് ഏരിയ മാത്രം വരുന്നത്. ഈ ഉള്ളളവ് അതായത് ഈ ഗോൾഡൻ പോർഷൻ മാത്രം വരുന്നത് 3.5 അടിയാണ്. മുകൾ ഭാഗം തൊട്ട് താഴെ ഈ കുഞ്ചലം വരെ വരുമ്പോ 5 അടിയോളം ഇതിന്റെ ഹൈറ്റ് വരും. ടോട്ടൽ ലെങ്ത്. നമ്മളെപ്പോഴും ഇതിന്റെ നീളമാണ് പറയാ. ഇപ്പൊ കസ്റ്റമർ പറയാണ് എനിക്കൊരു 3 അടിയുടെ നെറ്റിപ്പട്ടം എന്ന് പറഞ്ഞാൽ ആൾ ഉദ്ദേശിക്കുന്ന ടോട്ടൽ ലെങ്ത് ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചെയ്യുന്നത് 2 അടി അല്ലെങ്കിൽ 2.5 അടിയുടെ നെറ്റിപ്പട്ടായിരിക്കും ചെയ്യാം. നമ്മൾ നേരത്തെ കാണിച്ചത് അപ്പോഴായിരിക്കും 3 അടിയിലേക്ക് ആൾ പറഞ്ഞ കൺവീനിയന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് 5 അടിയുടെ നെറ്റിപ്പട്ടാണ്. ഇതിലിപ്പോ നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ നെറ്റിപ്പട്ടം എന്ന് പറയുമ്പോൾ തന്നെ ദേവീ സങ്കല്പങ്ങളാണ്. ഇതിനകത്ത് നമ്മൾ പറയുന്നത് 33 കോടി ദേവതകളെ സങ്കല്പിച്ച് ചെയ്യുന്നതാണ്. ഇത് ഓരോ കുമിളകളും ഇങ്ങനെയുള്ളതിനെ നമുക്ക് കുമിളകൾ എന്നാ പറയാ. ഈ ഓരോ കുമിളകളും ഓരോ ദേവീ സങ്കല്പങ്ങളാണ്. ലക്ഷ്മി, സരസ്വതി, പാർവതി, പഞ്ചഭൂതങ്ങള്, നവഗ്രഹങ്ങള്, അഷ്ടവസുക്കള്, വിശ്വാമിത്രം, വിശ്വകർമാവ്, അങ്ങനെയുള്ള എല്ലാ ഇതുകളാണ് വരുന്നത്. ഈ ഏറ്റവും താഴെയുള്ളതിനെ നമ്മൾ പറയുന്നത് മൂലഗണപതി എന്നാ പറയാ. ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നെറ്റിപ്പട്ടത്തിന്റെ വർക്ക് ആരംഭിക്കുന്നത് തന്നെ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് മേളിലേക്ക് ഇങ്ങനെ ചെയ്തു പോകുന്നത്. ഇത് നമ്മ വീടുകളിലേക്ക് ആയതുകൊണ്ടൊക്കെ പ്ലാസ്റ്റിക്കിലാണ് നമ്മ ചെയ്യുന്നത്. ശരിക്കും നമുക്ക് ഉത്സവങ്ങൾക്കും അമ്പലങ്ങളിലേക്കൊക്കെ ആനയ്ക്കൊക്കെ ചെയ്യുമ്പോൾ അത് പിച്ചളയിൽ സ്വർണ്ണം പൂശിയതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അതെല്ലാം തുന്നി പിടിപ്പിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ പ്ലാസ്റ്റിക് ഒട്ടിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ എന്താ പറയാ ക്യാൻവാസ് ക്ലോത്തിലേക്കാണ് ചെയ്യുന്നത്. അത് വെൽ ക്വാളിറ്റി ആണ്. നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇതിന് സംഭവിക്കില്ല. കുഴപ്പമില്ലാത്ത സംഭവമാണ്. ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാം. ഇതൊക്കെ കമ്പിളി നൂലുകളൊക്കെ കസ്റ്റമൈസ് ചെയ്യാം ഏത് കളറിൽ വേണേലും. സാധാരണ നമ്മൾ ചെയ്യുന്നത് 5 കളർ, മാക്സിമം 5 കളറിലാണ് ചെയ്യാം. കറുപ്പ നൂല് നമ്മൾ യൂസ് ചെയ്യില്ല. ഈ ഒരു പച്ച, റെഡ്, നേരത്തെ കണ്ട പോലെ ഏത് വേണേലും യൂസ് ചെയ്യാം. മാക്സിമം 5 കളർ യൂസ് ചെയ്യുന്നവരുണ്ട്. ചിലര് 7 കളർ യൂസ് ചെയ്യും. വിബ്ജിയോർപ്പം നമ്മൾ നേരത്തെ കണ്ട പോലെ. പക്ഷെ നമുക്ക് ബ്ലാക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പാടില്ല. അതൊരു കണ്ടീഷനാണ്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം കസ്റ്റമൈസ് ചെയ്യും. ഇപ്പൊ കൂടുതൽ നമുക്ക് വരുന്നത് ചോപ്പ പച്ച കോമ്പിനേഷൻ, അതായത് ഒരു തുളസി ചെത്തി മാലയുടെ ഒരു ടെക്സ്ചർ കിട്ടുന്നതാണ് ചോപ്പ പച്ച എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ നെറ്റിപ്പട്ടത്തിന്റെ മോഡൽ വരുന്നതാണ്. ഇതിനകത്ത് തന്നെ നമ്മൾ നെക്സ്റ്റ് പിടിച്ച ഒരു വെറൈറ്റി മോഡലാണ് കഥകളി നെറ്റിപ്പട്ടം എന്ന് പറയും. ഇത് നമ്മൾ വീടുകളിലേക്ക് ഇടാൻ വേണ്ടി തന്നെ വന്നതാണ്. കഥകളിയുടെ മോഡൽ ഫേസ് വെച്ചിട്ട് നെറ്റിപ്പട്ടത്തിന്റെ സെയിം മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തതാണ്. ഇത് 3 അടിയാണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. ടോട്ടൽ ലെങ്ത് 3 അടിയാണ് വരുന്നത്. ഇതിന്റെ ഈ ഫേസ് എന്ന് പറയുന്നത് ബൈ ഹാൻഡ് വരച്ചതാ, പ്രിന്റ് അല്ല. നമ്മൾ ശരിക്കും ബൈ ഹാൻഡ് ഈ ഫേസ് വരച്ചെടുത്തേക്കുന്നതാണ്. ഇതിന്റെ ടോട്ടൽ ലെങ്ത് ആണ് 3 അടി. ഇതിലും നമുക്ക് എന്ത് ചെയ്യാം കസ്റ്റമൈസ് ചെയ്യാം. കസ്റ്റമറുടെ ബഡ്ജറ്റ്, ആൾക്ക് വേണ്ട സ്പേസ്, ആള് പറഞ്ഞ എനിക്ക് 2 അടി സ്പേസ് ഉള്ളൂ പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും. ചെറുതായി ഇപ്പൊ 4 അടി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യും. ഇവിടെ നമുക്ക് ഏത് വർക്കുകളും നമുക്ക് എന്ത് ചെയ്യാം കസ്റ്റമൈസ് ചെയ്യാനുള്ള പറ്റും. ഇപ്പൊ ഈ നെറ്റിപ്പട്ടങ്ങളുടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന സെക്ഷനാണ് ഈ ആലവട്ടങ്ങള്, ഹാങ്ങിങ്സ്, വോൾ ഹാങ്ങിങ്സ് പോർഷൻ. ഇത് ആലവട്ടം നമ്മള് മയിൽപീലിയിൽ ചെയ്യും. കറന്റ് നമുക്ക് അവൈലബിൾ അല്ല. ഇത് നമ്മൾ ത്രെഡ് വെച്ച് തന്നെ ഈ ഫോട്ടോ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഈ ഫോട്ടോ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫോട്ടോ കസ്റ്റമൈസ് ചെയ്യാം. ഇതിപ്പോ 1 അടിയോളം ഡയാമീറ്റർ വരുന്നതാണ്. 12 ഇഞ്ച് 13 ഇഞ്ചോളം ഏകദേശം ലെങ്ത് വരുന്നുണ്ട്. ഈ ഫോട്ടോ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഈ വർക്കുകൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ബഡ്ജറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമർ പറയാൻ എനിക്ക് ഇത്രയും ബഡ്ജറ്റ് ഉള്ളതാണ് നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും വർക്കിൽ ചേഞ്ച് ചെയ്യും. ഇതിന്റെ പോലെ തന്നെ വരുന്ന ആലവട്ടങ്ങൾ അല്ലെങ്കിൽ വോൾ ഹാങ്ങിങ്സ് ആണ് ഇതൊക്കെ. ഇതും ഫോട്ടോസ് ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ തിരുകുടുംബം വെച്ച് ചെയ്തിട്ടുണ്ട്, കന്യാമറിയത്തിന് വെച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റാം, ഏത് വേണമെങ്കിലും ചെയ്യാം. ഇത് 3D രൂപം വെച്ചിരിക്കുന്നതാണ്, ഫോട്ടോ അല്ല. അതും നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ വരുന്നതാണ് കഥകളി ഫേസ്. ഇത് സിൽവറിലും ഗോൾഡ്, സിൽവർ ഉണ്ട്, ഗോൾഡ് ഉണ്ട്, 2 കോമ്പിനേഷൻസ് ആണ് നമുക്ക് വരുന്നത്. ഇതിലെ നമുക്ക് ഇതുപോലെ തന്നെ ഈ താടിയുടെ ചരടുകളുടെ കളർ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ചേഞ്ച് ചെയ്യാം. ബീഡ്സുകൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം കളർ ചേഞ്ച് ചെയ്യാം. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് ഒരു ടൈപ്പ് കാർ ഹാങ്ങിങ് ആണ്. ഇതും നമുക്ക് ഇതുപോലെ തന്നെ ഒക്കെ വേണമെങ്കിൽ ഈ ഒരു മാറ്റി വേറെ വെക്കണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാം. അത് ഈ ഒരു കളറുകളൊക്കെ മാറ്റണമെങ്കിൽ അപ്പൊ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്ത് തരും കേട്ടോ. അപ്പൊ അങ്ങനെയാണ് മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മ ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ഗിഫ്റ്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ പറയും ചേട്ടാ ഇതിന്റെ കുറച്ച് വലുത് വേണം അല്ലെങ്കിൽ ഈ കളറിൽ വേണം. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് വരുന്ന റിപ്ലൈ എന്തായിരിക്കും, ആ സൈസ് നമുക്ക് കിട്ടില്ല കേട്ടോ, അല്ലെങ്കിൽ ആ കളർ കിട്ടില്ല. അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു ഗിഫ്റ്റ് ആഗ്രഹിക്കുന്ന ആള് അന്ന് എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് കിട്ടിയ ഒരു സാധനമായിട്ടാണ് നമ്മൾ വരാം. ആ ഒരു ഇതില്ലാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ, ഫുൾ കസ്റ്റമൈസേഷൻ. അപ്പോൾ നമുക്ക് മനസ്സിന് തൃപ്തിപ്പെട്ട ഒരു ഗിഫ്റ്റ് നമ്മൾ എന്ത് ചെയ്യും സെറ്റ് ചെയ്ത് കൊടുക്കും. നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് ഇവിടെ സെറ്റ് ചെയ്ത് തരും.
പിന്നെ ഇവിടെ ഈ ഒരു നെറ്റിപ്പട്ടത്തിന്റെ ഇത് കണ്ടില്ലേ, അപ്പൊ അതിന്റെ വേറൊരു മോഡലല്ലേ ഈ കിടക്കുന്നത്, രണ്ട് സൈഡ് വരുന്നത്, 2 സൈഡ് വരുന്നതാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബസ്സുകള് ട്രാവലറുകളൊക്കെ പറയുമ്പോ അവർക്ക് ഇടുമ്പോ 2 സൈഡ് കറങ്ങണം, അപ്പൊ 2 സൈഡും കാണാനായിട്ടാണ്. അപ്പൊ നമ്മൾ 2 സൈഡ് ചെയ്തേക്കണതാണ്. ഇതിന്റെ എല്ലാ കസ്റ്റമൈസേഷനും അവൈലബിൾ അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ത്രെഡുകൾ, ഹെഡുകൾ, എന്ത് വേണമെങ്കിലും ഇതിന്റെ സൈസ് വേണമെങ്കിൽ കൂട്ടാം. സിൽവറിലാണെങ്കിൽ സിൽവർ നമുക്ക് അവൈലബിൾ അല്ല, ഇത് മോൾഡ് ആയതുകൊണ്ടാണ്. ഇത് നമുക്ക് ഗോൾഡ്, ഈ മോൾഡുകൾ നമുക്ക് ഗോൾഡ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഈ സിംഗിൾ പീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, സിൽവറിൽ ചെയ്യാൻ പറ്റുന്നത്. ഇതിന് നമുക്ക് മോൾഡ് ഗോൾഡിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ ഇതിന് നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷെ വേറെ നമുക്ക് കളറ് ഇതൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ സൈസും അതിനൊക്കെ ചേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ വരുന്നതാണ് ഈ ഇരിക്കുന്ന ഐറ്റംസ്. ഇതൊക്കെ പറയുന്നത് കോലങ്ങൾ എന്നാ പറയാ. നമ്മള് പല രീതിയിലുള്ള കോലങ്ങളാണ് ഈ ഇരിക്കുന്നത് മുഴുവൻ. അത് ഞാൻ ഓരോന്നായിട്ട് പരിചയപ്പെടുത്തി തരാം. ഇപ്പോ ഇത് എന്ന് പറഞ്ഞാൽ നമ്മ കാർ ഡാഷ് ബോർഡിലേക്കാണ് ഇതിന്റെ മെയിൻ ഉദ്ദേശം. ഇതും നേരത്തെ പറഞ്ഞ പോലെ കളറുകൾ മാറ്റാം. ഈ ഉള്ളിലുള്ള ഫോട്ടോ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ചിലര് ഇപ്പൊ നമുക്ക് അരിവാൾ ചുറ്റിക, താമര അതൊക്കെ പറഞ്ഞവരുണ്ട്. നമ്മൾ അതും എന്ത് ചെയ്തു, ഫോട്ടോ അല്ല 3D ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടമാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്, ഇത് 2 സൈസാണ് ഉള്ളത്, ചെറുത് വലുത്. ഈ 2 സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ബഡ്ജറ്റഡ് സാധനങ്ങളാണ്. ഇതിന്റെ തന്നെ സെയിം മോഡൽ കണ്ടപ്പോഴാണ് ഇത് കോമൺലി ബസ്സിലേക്ക് പറയുന്നത്. എല്ലാ ദൈവങ്ങളും 3 ദൈവങ്ങളും കൂടെ വരുന്ന രീതിയിൽ അവര് ബസ്സിലേക്ക് പറയുന്നതാണ്. ഈ സാധനങ്ങൾ ബസ്സിലേക്കൊക്കെ കോമൺലി വെക്കുന്നതാണ്. ഇതും നമ്മൾ എന്താ പറയാ, കോലം കാറ്റഗറിയിലൊക്കെ ഉൾപ്പെടുത്താം. കാർ ഡാഷ് ബോർഡ് ഏത് വേണേലും വെക്കാം. വാന് പല സൈസിൽ ചെയ്യാൻ പറ്റും. ഇത് ഏത് സൈസിലാണ് ചെയ്യാം. ഈ സൈസ് മാത്രം ഫിക്സഡ് ആ. ഇത് നമുക്ക് ഓൾറെഡി കിട്ടുന്ന അവൈലബിൾ ആവുന്ന ഇതിന്റെ വലിപ്പം നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ മോഡലാ. ആ മോൾഡിന്റെ ചെറുതാ വരാം, കുറച്ചുകൂടെ വലിപ്പം ഉണ്ടാവും. അത് പരിചയപ്പെടുത്തി തരാം. അപ്പൊ ആ കോലത്തിന്റെ തന്നെ വരുന്ന വേറെ 2 മോഡൽസ് ആണ് ഈ 2 എണ്ണം. ഇത് 2 എണ്ണം. ഈ 2 എണ്ണം, ഇത് രണ്ടും നമ്മൾ ഗിഫ്റ്റ് ഐറ്റംസ് തന്നെയാണ്. ഇതിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഇപ്പൊ ഗുരുവായൂരപ്പനും ദേവിയാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാൻ പറ്റും. ഇത് വേണമെങ്കിൽ ഫോട്ടോ വെക്കാം, അല്ലെങ്കിൽ ഏത് രൂപങ്ങൾ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ദൈവത്തിന്റെ രൂപങ്ങൾ നമുക്ക് ഇഷ്ടമാണ്. ഇപ്പൊ യേശുവിന്റെ ഉണ്ട്, ശിവപാർവതി ഉണ്ട്, ഉണ്ണിക്കണ്ണൻ ഉണ്ട്. എല്ലാവിധ രൂപങ്ങളും നമുക്ക് അവൈലബിൾ ആ. ഏത് വേണേലും മാറ്റാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത്. ഇനി അതല്ല, രൂപം വേണ്ട, ഇത് മാത്രമായിട്ട് മതി, നമ്മൾ ഇത് കൊടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപം എന്ത് ചെയ്യാം, ഇതിന്റെ ഫ്രണ്ടിൽ വെക്കാം. നമുക്ക് ഇത് സ്റ്റാൻഡ് പോലെ യൂസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. 3 തട്ട് കൊടയാണ് ഇതിന് വരുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ സെയിം പോലെ തന്നെ. ഇനി ഇതിനകത്ത് നേരത്തെ നെറ്റിപ്പട്ടത്തിന് വെച്ച പോലെ ചരടുകൾ വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ വെച്ച് കൊടുക്കും. ഇതിന്റെ ഔട്ടറിൽ ചരടുകൾ, അപ്പൊ കുറച്ചുകൂടെ വലിപ്പം വരും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതിന്റെ വലിയ സൈസ് കോലങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇതാണ് ഫസ്റ്റ് സൈസ് നമ്മൾ ചെയ്തു കൊടുക്കുന്ന നോർമൽ കോലം. ഇത് ഗിഫ്റ്റ് കൊടുക്കാം. ഇപ്പൊ ഇവിടെ ഗുരുവായൂരപ്പനെയാണ് വെച്ചാൽ ഇത് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ വെക്കാം, അല്ലെങ്കിൽ വേറെ രൂപങ്ങൾ വെക്കാം, ഒക്കെ ചെയ്യാം. 3 തട്ട് കൊടയാണ്. ഇതിന് നമുക്ക് നെറ്റിപ്പട്ടത്തിന് വെച്ച പോലെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചരടുകൾ, കളർ നൂലുകൾ വെച്ച് വെക്കാൻ പറ്റും. അപ്പോ അതും ഇഷ്ടാനുസരണം നിങ്ങളുടെ ഇതിനനുസരിച്ചാണ് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടം എന്താ വെച്ചാൽ പറയാ, അതിനനുസരിച്ച് ചെയ്തു തരാം. ഇതാണ് ചെറിയ മോഡല് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തു കൊടുക്കുന്നത്. പിന്നെ ഇതിന്റെ തൊട്ടടുത്ത സൈസാണ് ഈ വരുന്നത്. ഇതിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം തന്നെയാണ്. കളർ നൂലുകൾ വെക്കാം, കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. വലിപ്പം വ്യത്യാസമുണ്ട്. വലിപ്പം വരുന്നതിനനുസരിച്ച് റേറ്റിലും വ്യത്യാസം വരും, വർക്കിലും വ്യത്യാസം വരും. ഇതിന്റെ നെക്സ്റ്റ് സൈസാണ് അടുത്തത്. ഇത് കുറച്ചും കൂടെ വലിപ്പം കൂടിയതാണ്. അതെ, വലിപ്പം കൂടുന്നോറും വർക്കുകളുടെ ഡീറ്റെയിലും കൂടും. അപ്പൊ നോക്കി കഴിഞ്ഞാൽ കാണാതാണ് ഇതിനകത്ത് 3 വരി പൂക്കളാണ്. നേരത്തെ കണ്ടത് 2 വരി പൂക്കൾ ഉണ്ടാവുള്ളൂ. അതിൽ ചെറിയ പൂക്കളാണ്. ഇത് 3 വരി പൂക്കളാണ്. ഇതിനകത്ത് വലിയ പൂക്കളാണ്. പൂക്കൾ വ്യത്യാസം വരും. ഇതിന്റെ സെയിം സൈസ് തന്നെയാണ് ഇത്. പക്ഷെ നൂലും കാര്യങ്ങളൊക്കെ വെച്ച് ഇത് നമ്മൾ ഫുൾ ചെയ്ത ഒരു മോഡലാണ്. നൂല് കാര്യങ്ങളൊക്കെ വെച്ചാണ് ഇത് വന്നേക്കണത്. പക്ഷെ അതിന്റെ ഉള്ളിലെ വർക്ക് വ്യത്യാസമുണ്ട്. അത് പറഞ്ഞാൽ നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും വർക്കുകൾ ചേഞ്ച് ചെയ്യാം. ഇത് ഫുള്ള് നൂല് വെച്ചിട്ടുള്ളതാണ്. ഇതിന്റെ നെക്സ്റ്റ് സൈസ് ഉണ്ട്. അത് ഇതിനേക്കാളും കുറച്ചുകൂടെ വലുത് വരും. അത് നമ്മളിപ്പോ ഇവിടെ കറന്റ് അവൈലബിൾ അല്ല. അത് നമ്മൾ അമ്പലങ്ങളിലേക്ക് ശിവേലിക്ക് എഴുന്നള്ളിപ്പിന് വേണ്ടി കൊടുക്കുന്നതാണ്. അതായത് ശിവേലിക്ക് ദേവീദേവന്മാരെ പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോൾ
തിടമ്പിന് ഒപ്പം എന്ത് ചെയ്യും, കയ്യിൽ ഇങ്ങനെ പിടിച്ച് അതിൽ ദേവീദേവന്മാരെ എഴുന്നള്ളിച്ചിട്ടാണ് കൊണ്ടുപോകുക. അത് വരുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആലവട്ടം ഉണ്ടാവും, കൂടെ 5 തട്ട് കൊടയായിരിക്കും ഉണ്ടാവുക, കുറച്ചുകൂടെ വലിപ്പം ഉണ്ടാവും, ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവും. കളർ നൂലൊക്കെ വെച്ചിട്ട് ഫുൾ ഫിനിഷ് ചെയ്ത വർക്കിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ക്ഷേത്രത്തിലേക്ക് കൊടുക്കുക. അപ്പൊ കൊടുക്കുമ്പോൾ ഉള്ളിലെ രൂപം വ്യത്യാസമാണ്. പ്ലാസ്റ്റിക് അല്ല വെക്കുക. അവര് പറയുന്ന രൂപം, ദൈവത്തിന്റെ രൂപം നമ്മ വെള്ളിയിൽ അടിച്ചിട്ടാണ് ഉള്ളിൽ വെച്ച് കൊടുക്കുന്നത്. ഇതിനേക്കാളും വലിപ്പം ഉണ്ടാവും. 5 തട്ട് കൊട, ആലവട്ടം, ഫുൾ വർക്ക് ഫിനിഷ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്ഷേത്രങ്ങളിലേക്ക് കൊടുക്കുന്നത്. അത് ഓരോരുത്തര് എന്താ പറയാ സമർപ്പണമായിട്ടൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ 10-15ഓളം ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വുഡിലേക്കായിരിക്കും നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അതുണ്ട്, അങ്ങനത്തെ ടൈപ്പ് ഉണ്ട്. പിന്നെ അടുത്തത് വരുന്നതാണ് ഈ ഒരു ടൈപ്പ് ഗുരുവായൂരപ്പന്റെ കോലമാണ്. ഇതില് ഫോട്ടോ കസ്റ്റമൈസ് ചെയ്യാം. പക്ഷെ മയിൽപ്പീലി വെച്ച് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സ്യൂട്ട് ഗുരുവായൂരപ്പൻ തന്നെയാണ്. കാരണം ആളും ഗുരുവായൂരപ്പനും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. നമ്മൾ കൂടുതലും മയിൽപ്പീലി എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത് ഗുരുവായൂരപ്പനായിരിക്കും. അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ഓടക്കമുള്ള മയിൽപ്പീലി ആയിരിക്കും. ഇത് നമ്മൾ ചെയ്യുന്നത് ഏകദേശം 2 അടിയോളം ഇതിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നുണ്ട്. ഇതിന്റെ ചെറുത് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, വലുതാണെങ്കിൽ വലുതും ചെയ്യാം, വ്യത്യാസം. പക്ഷെ മയിൽപ്പീലി ആയതുകൊണ്ട് റേറ്റ് ഇച്ചിരി കൂടുതലായിരിക്കും. കാരണം മയിൽപ്പീലിയുടെ അവൈലബിലിറ്റിയും റേറ്റും ഓൾമോസ്റ്റ് എല്ലാ കസ്റ്റമേഴ്സിനും അറിയാം, റേറ്റ് കൂടുതലായിരിക്കും. ഇതാണ് നമ്മൾ നോർമലി ചെയ്യുന്ന കോലങ്ങൾ. വിഷു സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കോലാണ്, കണിയും മറ്റു കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കോലാണ് ഇത് മയിൽപ്പീലിയൊക്കെ വെച്ച് തന്നെ നല്ല ഭംഗിയിൽ ചെയ്യുന്നതാണ്. ഇത് നമ്മൾ ശരിക്കും ഇവിടെ കൃഷ്ണന്റെ വിഗ്രഹം വെക്കും. കണി കാണാനായിട്ട് നമ്മൾ വെക്കുന്ന കൃഷ്ണ വിഗ്രഹം ഇവിടെ വെച്ചിട്ട് അതിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ കണി ഒരുക്കുക. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. കഴിഞ്ഞ വിഷു സീസണിലാണ് നമ്മൾ ഇത് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത്. ഇതില് നോക്കി കഴിഞ്ഞാൽ 3 തട്ട് കൊടയാണ്, 2 ആലവട്ടുണ്ട്, ബാക്കി ഇതൊക്കെ മയിൽപ്പീലിയാണ്. ഇവിടെയാണ് കൃഷ്ണ വിഗ്രഹം വെക്കുക. നേരത്തെ കണ്ട കോലങ്ങൾ പോലെ തന്നെ ഇവിടെ ഒരു തട്ടുണ്ട്, ഇതിലാണ് നമ്മൾ വിഗ്രഹം വെക്കുക. ബാക്കി ഇതിന്റെ വർക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, മയിൽപ്പീലി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബാക്കി ഫ്രണ്ടിലാണ് കണി ഒരുക്കുക. ഇത് നമ്മൾ ഈ ഫിക്സഡ് സൈസ് ആണ്. ഇതിന് നമുക്ക് കൂടുതലാക്കി കഴിഞ്ഞാൽ സൈസ് വ്യത്യാസം ചെയ്ത് നമ്മൾ ഇതിന്റെ സൈസ് ചെറുതാക്കിയ അല്ലെങ്കിൽ വലുതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയാ ഒരു ഫിനിഷിംഗ് വരില്ല. വർക്ക് കുറയുമ്പോ അതിനനുസരിച്ച് വരില്ല. ഇതാകുമ്പോൾ നമ്മൾ നോർമലി ചെയ്ത് കൊടുക്കുന്ന ഒരു സൈസ് ആണ്. ഇതിന് മാത്രം സൈസ് ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ വിഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വിഗ്രഹം നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിഗ്രഹം കൊടുക്കുന്നുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, കൊടുക്കുന്നുണ്ട്. കൃഷ്ണ വിഗ്രഹം ചെയ്യുന്നുണ്ട്, അത് ഫൈബറിലാണ്. അത് നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ കൂടെ വേണം എന്നുള്ളവർക്ക് കോംബോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൊടുക്കും. കോംബോ ആയിട്ട് എടുക്കുമ്പോൾ ഇതിന്റെ സിംഗിൾ പീസ് റേറ്റും കൃഷ്ണ വിഗ്രഹം കൂടെ എടുക്കുമ്പോൾ നമുക്ക് കോംബോ ആയിട്ട് എടുക്കുമ്പോൾ ചെറിയൊരു ഡിസ്കൗണ്ട് റേറ്റ് ഉണ്ടാവും. കോംബോ എടുക്കായിട്ട് എടുക്കുന്നവർക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് റേറ്റ് ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് ഉള്ളതാണ്. കൊറിയർ സർവീസ് ഓൾ ഇന്ത്യ ഉണ്ട്. മുൻകൂട്ടി പറയേണ്ട കാര്യം, ഇത് മുൻകൂട്ടി ഓർഡർ ചെയ്യണം. അതായത് പെട്ടെന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൈലബിൾ ആയിരിക്കില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമറുടെ ഇഷ്ടാനുസരണമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. റെഡി സ്റ്റോക്ക് നമ്മൾ ഉണ്ടാക്കി വെക്കാറില്ല. കാരണം ഉണ്ടാക്കി ഇടുമ്പോ ഡിമാൻഡ് മാറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതാവും. അപ്പൊ അതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. അതായത് നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ ഓർഡർ കൊടുക്കുക. ആ ഓർഡറിൽ നിങ്ങൾക്ക് വേണ്ട അനുസരിച്ച് ആള് നമുക്കിത് ചെയ്ത് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മള് ഇവിടെ ഉള്ള നെറ്റിപ്പട്ടം കാര്യങ്ങൾ, ആലവട്ടം, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും കണ്ടു. അപ്പോൾ ഒരു അടിപൊളി സംഭവം തന്നെയാണ്. നിങ്ങൾക്ക് ഹാൻഡ് മെയ്ഡിൽ നല്ല അടിപൊളിയായിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വെക്കാൻ പറ്റുന്ന ഐറ്റംസ്. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. വിഷുവൊക്കെ വരാൻ പോകണം. അപ്പോൾ അതിന് ഇങ്ങനത്തെ കണി കാണാനായിട്ട് ഇങ്ങനത്തെ ഇത് വേണം എന്നുള്ളവർ ഉടനെ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ ആളുടെ പേര് ശബരീഷ് എന്നാണ് പേര്. അപ്പോൾ ആളുടെ ഡീറ്റെയിൽസും ഫോൺ നമ്പർ, അതായത് നമുക്ക് ഇവിടെ ഇൻ ഹൗസ് പർച്ചേസ് ഇല്ല, ഓൺലൈൻ ഡെലിവറി മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ഓർഡർ ചെയ്യണ അനുസരിച്ച് ആൾ ഉണ്ടാക്കി നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കി തരും, ഡെലിവറി ചെയ്ത് തരും. അപ്പോൾ ആളുടെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഇവിടെ സ്ക്രീനിലും കൊടുക്കാം. വാട്സാപ്പ് ഉള്ളതല്ലേ? ഇൻസ്റ്റാഗ്രാം ID ഞാൻ അവിടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ പറ്റും. വിളിച്ച് ആളുടെ അടുത്ത് ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് ഐറ്റംസുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്കോ ഗിഫ്റ്റായിട്ടോ കൊടുക്കാൻ പറ്റും. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും പുള്ളീനെ വിളിക്കുക. നിങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഇത് വാങ്ങിക്കുക. നല്ലൊരു സംരംഭം തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗിഫ്റ്റുകൾ അടിപൊളിയാക്കി ചെയ്തു തരുന്ന ഒരാളാണ് ശബരീഷ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രോ താങ്ക് യു. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ താങ്ക് യു ബ്രോ. താങ്ക് യു.